കൊള്ളൂലായിരുന്നു. ടൂറ് പോകുന്ന രാവിലെ ഭയങ്കര മഴയായിരുന്നു. നമ്മൾ ഓട്ടോറിക്ഷയിൽ രാവിലെ തന്നെ ബസ് കയറാൻ വേണ്ടി പോയിട്ടുണ്ട്. ബസ് വന്ന് എല്ലാവരും കയറി വിട്ടു. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് കോയമ്പത്തൂരേക്കാണ്. എനിക്ക് വണ്ടി കയറി ആദ്യം തന്നെ ട്രാവൽ സിക്നസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണൂർ ചോമ്പാല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹോട്ടലിലാണ് നമ്മൾ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവരൊക്കെയാണ് നമ്മുടെ ഇവിടെ ടൂർ വന്നിട്ടുള്ളത്. പയ്യെ ബാക്കി വീഡിയോസിലെല്ലാം നമുക്ക് ഇവരെ പരിചയപ്പെടുത്താം ഗൈസ്. രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ കയറിയൊരു ഇഡ്ഡലി, ദോശ, മസാല ദോശ എല്ലാം ഉണ്ടാണ്ടതിന് പകരം ആദ്യം ഉണ്ടായത് പൊറോട്ടയും പൂരിയും മുട്ടക്കറിയും ചിക്കൻ കറിയെല്ലാം. നമ്മൾ ലാസ്റ്റ് പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചു ഗൈസ്. പിന്നെ നമുക്ക് ഡ്രൈവറായിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു വണ്ടിയുടെ പുറത്ത് നിന്നിട്ട്. ഹോട്ടലിലെ ഫുഡ് എങ്ങനെ ഉണ്ടായിനി? അത് വാങ്ങില്ല. എങ്ങനെയുണ്ടായിട്ടോ? കരിഞ്ഞ പൊറോട്ടയും മുട്ട റോസ്റ്റ് ഒരു വാങ്ങിയില്ല. അതെയാ ഗൈസ്, ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിന് തീരെ കൊള്ളൂലായിരുന്നു. ഫസ്റ്റ് ഡേ ബസ്സായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. എനിക്ക് പിന്നെയും ട്രാവൽ സിക്നസ് വന്നിട്ട് ഞാൻ കുറച്ച് കിടന്നുറങ്ങി. നമ്മൾ നെക്സ്റ്റ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട് മലപ്പുറത്തിൻ്റെ ഇടയിൽ ഏതോ റെസ്റ്റോറൻറ്റ് നിർത്തിയിട്ടുണ്ട്. നമ്മൾ കോയമ്പത്തൂർ ഡെസ്റ്റിനേഷൻ വെച്ച് പോയതുകൊണ്ട് തന്നെ ഇടയിലടി നിർത്തിയിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുള്ളത്. ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം കഞ്ഞി ഓർഡർ ചെയ്തു. ഞാനും ദൈവവും മാത്രം ബിരിയാണി ഓർഡറാക്കി. കഞ്ഞി സൂപ്പർ ഉണ്ടായിരുന്നാണ് ഇവരുടെ അഭിപ്രായം. കഞ്ഞി നല്ല പാങ്ങുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ എൻ്റെ ദൈവന് ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ എനിക്ക് അത്ര ബിരിയാണി അത്ര പിടിച്ചിട്ടുണ്ടായിട്ടാ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടാ. ഞാൻ ബിരിയാണിയുടെ അഭിപ്രായം പറയുന്നിട്ട് സൈഡ് ചേച്ചി പറയുന്നതാണ് ഞാൻ എന്തിനിങ്ങനെ ഇത് കുറ്റം പറയുന്നത്. എനിക്ക് പിടിച്ചിട്ടില്ല ഗൈസ്. പിടിക്കുന്ന സമയത്ത് ഞാൻ പിടിക്കുന്നു. പാലക്കാട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ഡെവലപ്ഡ് അല്ലാത്ത സിറ്റി ആയിട്ടാണ് ഉണ്ടായത്. പക്ഷേ ഇവിടുത്തെ റോഡുകളൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.